നിങ്ങൾ എന്തിനും ആണുങ്ങളുടെ നോട്ടമല്ലേ, ആണുങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാ, എന്തിനെ കുറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ വേവലാതിപ്പെടുന്നത്? ഒന്നിനെ പറ്റിയിട്ടല്ല, എന്തിനാ വിശക്കുണ്ട്, അതാണ് എന്റെ വേവലാതി. ഇത് ശരിയാണോ ചേച്ചി? അല്ല, ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ മേഖലയിലാണോ? ഏത് മേഖല? ലൈംഗികമായിട്ടുള്ള ദാരിദ്ര്യം മൂലം ആളുകളിൽ നിന്ന് അറ്റാക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ പലപ്പോഴും? അതുണ്ടാവണ്ട്. പക്ഷെ അതിനെ കുറിച്ചാണല്ലോ ഇവര് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അല്ലാതെ അച്ഛനമ്മയ്ക്ക് നേരിടേണ്ടി വരുന്നതും ജീവിത പ്രാരാബ്ദങ്ങളും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രശ്നങ്ങളല്ലല്ലോ. കൂടുതലായിട്ട് സ്ത്രീകൾ അതിക്രമിക്കപ്പെടുന്ന മേഖല അതാണല്ലോ കൂടുതൽ ചർച്ചാ വിഷയം. അങ്ങനെയാണല്ലോ ഫെമിനിസ്റ്റ് വിഭാഗം തന്നെ സംസാരിക്കുന്നത് എപ്പോഴും. പിന്നെ ഞാൻ ഇത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുക. അപ്പൊ ഞങ്ങൾ ചോദിക്കും ഇതിനെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ സംസാരിക്കാനുള്ളത്. അപ്പൊ നമ്മളൊരു സ്ത്രീ നമ്മള് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മള് അതിനെ ഉപദ്രവമായിട്ട് കാണാറില്ല. ഓക്കെ, നിങ്ങൾക്ക് ഉപദ്രവമായിട്ട് കാണാറില്ല? ഇല്ല. ആരെങ്കിലും പരാതിപ്പെടുവോ അങ്ങനെ? അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് അത് വ്യക്തമായ എഡ്യൂക്കേഷൻ. നല്ല ചോദ്യം. ഉപദ്രവം തോന്നണ്ടേ? ഒരാള് പരാതിപ്പെടുന്നുള്ള കൂടുതലാവും. ആരാണ് പരാതിപ്പെട്ടത്? അറിയില്ല, ഒന്നും അറിയില്ല. ഉപദ്രവിച്ചു, നിങ്ങൾ ഉപദ്രവിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറയുന്നത് അത് വ്യക്തമായ എഡ്യൂക്കേഷൻ കൊടുക്കാത്തതുകൊണ്ടല്ലേ. എഡ്യൂക്കേഷൻ കൊടുത്ത ആൾക്കാർ ഉപദ്രവോ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അങ്ങനെ നമുക്കൊരു എഡ്യൂക്കേഷൻ കുറവോ ഈ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആരാണ് പറഞ്ഞു തന്നിട്ടുള്ളത്? എന്തെങ്കിലും പറയുന്നുണ്ടോ? അത് സംസാരിക്കുമ്പോ തന്നെ നിങ്ങൾ അതിനെ തട്ടിമാറ്റി നമുക്ക് ആർക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ നമ്മൾ ആരും ഉപദ്രവിക്കാനും പോയിട്ടില്ല. എങ്ങനെ? നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവുമായിരിക്കാം. അത് അത് ഉപദ്രവമാണെന്ന് കരുതുന്നത് കൊണ്ടാണോ നിങ്ങൾ ഉപദ്രവിക്കാത്തത്? അത് ഉപദ്രവമാണോ? ഉപദ്രവമാണോ? അപ്പൊ കല്യാണത്തിന് ശേഷം ഞാൻ ഉപദ്രവിക്കപ്പെടണമേ എന്ന് ആഗ്രഹിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞതൊന്നല്ല ഷാൻചേട്ടൻ കേൾക്കണത്. ഷാൻചേട്ടൻ എന്തൊക്കെ പറയണ്ട്. ഞാൻ എന്താ ചോദിച്ചേ, കമൽ സർ കുറെ കാലത്തിന് ശേഷം നമുക്ക് പടവുമായിട്ട് ഇതിന് ബന്ധമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കണത്. അല്ലാതെ ഇതിന് മുന്നത്തെ ഇന്റർവ്യൂവിൽ വന്നിരുന്നു ഞാൻ സംസാരിച്ചിട്ടുണ്ടാ? ഇല്ല. അപ്പൊ നിങ്ങൾ വ്യക്തമായി ശാന്തമായിട്ട് അത് കേൾക്കണം. ഈ വിഷയത്തെ എടുത്തിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ കേൾക്കാനുള്ളൊരു മനസാന്നിധ്യം പോലും ഇല്ല. എനിക്ക് കേൾക്കണതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ യൂട്യൂബിൽ ഇടാൻ പറ്റില്ല. യൂട്യൂബിൽ ബാക്കിയെല്ലാം കാണിക്കാം. ആൾക്കാരെ തേജോവധം ചെയ്യുന്നത്, ചീത്ത വിളിക്കുന്നത്, തെറി വിളിക്കുന്നത്. അപ്പൊ ഇവര് വന്നപ്പോ തെറിയ തെങ്കാശി പെടുന്നതല്ലേ പറഞ്ഞ പോലെ ഇതാണ് സാർ പുതിയ ബാലൻസ്. തെറി കേൾക്കാൻ അത് കണ്ടിട്ടില്ല എപ്പിസോഡ്? ഇതൊന്നും ഓർമ്മയിൽ നിൽക്കാത്ത പറയുമ്പോ തന്നെ നിങ്ങളല്ലേ ഇങ്ങോട്ട് ചോദിക്കേണ്ടത്. ഷൈൻ പറഞ്ഞതുമായിട്ട് സിനിമയ്ക്ക് നല്ല ബന്ധമുണ്ട്. നിങ്ങളൊന്നും അത് മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഭയങ്കര അതിശയം. ചേട്ടൻ ഒരു ആക്ടിംഗ് പാറ്റേൺ എന്താണ് ചേട്ടാ?